എല്ലാവർക്കും നമസ്കാരം. സായി ആർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബേസിക് ടൈറ്റിൽ എഫക്ട്സ് ആണ്. അപ്പോൾ ഒരു ബേസിക് ടൈറ്റിൽ എഫക്ട്സ് ചെയ്തൊരു വീഡിയോ ഫയൽ ഞാൻ കാണിക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ടൈറ്റിൽ അനിമേഷനാണ്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആഫ്റ്റർ എഫക്ട്സിലേക്ക് പോകുന്നു. ആഫ്റ്റർ എഫക്ട്സിലെ ന്യൂ കോമ്പോസിഷൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു ബേസിക് ടൈറ്റിൽ എഫക്ട്സ്. ബേസിക് ടൈറ്റിൽ എഫക്ട്സ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ആനിമേഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ലെയർ, ന്യൂ ടെക്സ്റ്റ്, സായി ആർട്സ് എന്ന് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഞാൻ അലൈൻമെൻറ്റ് കൊടുക്കുന്നു. അലൈൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വിൻഡോയിൽ പോയതിന് ശേഷം അലൈൻ എടുക്കുക. ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അലൈൻ കൊടുത്തു. അലൈൻ ഇട്ടതിന് ശേഷം സായി ആർട്സ് എന്ന ടെക്സ്റ്റിൻ്റെ സൈസ് ഒരു 150 ആക്കി. ഓക്കെ, ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ഞാൻ ട്രാൻസ്ഫോം, നമ്മൾ ആദ്യം പഠിച്ച ഇമേജിലൊക്കെ ആനിമേഷൻ പഠിച്ച എങ്ങനെയാണോ അതേ മെത്തേഡ്, പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻസ്, ഒപ്പാസിറ്റി, ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്ത ഈ ടെക്സ്റ്റിനെ 3D ലെയറായിട്ട് മാറ്റിയാണ്. അപ്പം 3 ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഞാനിവിടെ അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പൊസിഷൻ എടുക്കുന്നു. അതിൻ്റെ ഷോർട്ട് കട്ട് P ആണ്. രണ്ടാമത് ഒപ്പാസിറ്റിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് T ആണ്. T അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒപ്പാസിറ്റി പോയി അല്ലേ. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസും വരണം. അതിന് വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് P പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഏത് ഓപ്ഷൻസ് എടുക്കണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ, ഇപ്പം റൊട്ടേഷൻ എടുക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 6 പ്രസ് കഴിഞ്ഞാൽ റൊട്ടേഷൻ നമുക്ക് ആഡായി വരും. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ പൊസിഷന് കീ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം എൻ്റെ ഇസഡ് ആക്സിസ് ഞാൻ കുറച്ച് ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 ഫ്രെയിം ആകുമ്പോഴത്തേക്ക് 0 പഴയ അടുത്തേക്ക് കൊണ്ടുവന്നു. കണ്ടോ, എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ അനിമേഷൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു 10 ഫ്രെയിം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ഇസഡ് ആക്സിസ് കുറച്ചുകൂടെ ബാക്കിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഹോൾഡ് ചെയ്ത ലാസ്റ്റ് ഒരു 3ാമത്തെ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നു, ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. അപ്പം കണ്ടോ, കുറച്ചുകൂടെ ഒക്കെ ബാക്കിലേക്ക് കൊടുക്കുക. കണ്ടോ, അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഫീൽ കിട്ടും. ഓക്കെ, എൻ്റെ അനിമേഷൻസ് വർക്കൗട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എവിടെയാണ് അനിമേഷൻ നീക്കുന്നത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയതിന് ശേഷം ഞാൻ എൻ്റെ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി എവിടെ കൊണ്ടുവന്നതിന് ശേഷം 3ാമത്തെ ഫ്രെയിമിൽ 1, 2, 3ാമത്തെ ഫ്രെയിം ഇരുന്ന് എവിടെയാണ് ആ പൊസിഷനിൽ കൊണ്ട് ഒപ്പാസിറ്റിക്ക് കീ കൊടുക്കുക. ഈ ഫ്രെയിം തീരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിർത്തി ഒപ്പാസിറ്റി 0 വാല്യൂ കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻസ് എങ്ങനെയാണ് വന്നു, ജസ്റ്റ് ഫെയ്ഡ് ആവും. കണ്ടോ, അപ്പോൾ എൻ്റെ അനിമേഷൻസ് വർക്കൗട്ട് ചെയ്യും. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഷോർട്ട് കട്ട് കൺട്രോൾ D ആണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം എൻ്റെ പൊസിഷൻ എടുക്കുക. ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഇതിൻ്റെ 3ാമത്തെ ഫ്രെയിം ഇരിക്കുന്ന എവിടെയാണോ അവിടെ ഇതിന് 2ാമത്തെ നമ്മൾ കോപ്പി എടുത്ത ഫ്രെയിം സ്റ്റാർട്ടിങ് തുടങ്ങണം. അപ്പോൾ എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് സായി ആർട്സ് അവസാനിക്കുമ്പോൾ വീണ്ടും സായി ആർട്സ് വരികയാണ്. കണ്ടോ, വീണ്ടും അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. പൊസിഷൻ ഓണാക്കി കൊടുക്കുക. അവിടെ നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കുക കറക്റ്റ് ടൈമിങ്ങിൽ. കണ്ടോ, 3 സായി ആർട്സ് പൊടി പോകുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. അതായത് ലെയറിൽ വന്നതിന് ശേഷം ഞാൻ ലെയറിൽ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ
ഫ്രീലാൻസ് കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ ലെയറിൽ കൊണ്ടുവന്ന ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, വർക്കർ. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേ ചെയ്യാണ്. കണ്ടോ, എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനുവേണ്ടി ഞാൻ ലെയറിൽ പോയിട്ട് ന്യൂ സോളിഡ് BG എന്ന പേര് കൊടുത്തു. ഓക്കെ കൊടുക്കുന്നു. ഞാൻ താഴോട്ട് ഏറ്റവും താഴത്തെ ലെയറിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇത് നമുക്ക് ഒരു ഗ്രേഡിയൻറ്റ് റാമ്പ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ FXൽ പോയതിന് ശേഷം ജനറേറ്റിനകത്ത് ഗ്രേഡിയൻറ്റ് റാമ്പ് കണ്ടോ, ഞാൻ ഇതിൻ്റെ 2 പൊസിഷൻ ഉണ്ട് കണ്ടോ. ഇവിടെ സ്റ്റാർട്ട് റാമ്പ് എന്നുള്ള XY ഞാനിതിനെ പിടിച്ചിവിടെ കൊണ്ടുവരുന്നു. ഇവിടെ ലീനിയർ മാറ്റി റേഡിയൽ ആക്കുക. അതിനുശേഷം ഞാൻ കളർ ടോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, റാമ്പ് വെച്ചൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സായി ആർട്സ് എന്ന ടെക്സ്റ്റിന് ഒരു എഫക്ട്സ് കൂടെ കൊടുക്കുകയാണ്. FXൽ പോയതിന് ശേഷം പെർസ്പെക്റ്റീവിൽ ബിവൽ ആൽഫ എഡ്ജ് നമുക്കൊന്ന് വലുതായി കാണിക്കാം. കണ്ടോ, ബിവൽ ആൽഫ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. പിന്നെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, കണ്ടോ. അപ്പോൾ എൻ്റെ ടെക്സ്റ്റിന് ഈ ഒരു ഫീൽ കിട്ടിയത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. അതുകൂടാതെ ഞാൻ പെർസ്പെക്റ്റീവിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നു. ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒപ്പാസിറ്റി സോഫ്റ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ഒന്നുകൂടെ ഒരു 3D ഫീൽ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ എഫക്ട്സുകൾ രണ്ടും നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി പറഞ്ഞതിന് ശേഷം ഫ്രീലാൻസർ ലെയർ സെലക്ട് ചെയ്യുക, പേസ്റ്റ് പറയുക, വർക്കർ ലെയർ സെലക്ട് ചെയ്യുക, പേസ്റ്റ് പറയുക. അപ്പോൾ എല്ലാ ലെയറിലും എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ ലെയറിലും ഇത് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിമേഷൻസ് ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു എഫക്ട്സ് ആഡ് ചെയ്യുന്നു. നമ്മുടെ BG എടുത്തതിൻ്റെ അടുത്ത് അവിടെ ഹ്യൂ സാച്ചുറേഷൻ, കളർ കാസ്റ്റിൽ പോയിട്ട് ഹ്യൂ സാച്ചുറേഷൻ പോയി ഞാൻ സായി ആർട്സിൻ്റെ പൊസിഷൻ എടുക്കുന്നു. പൊസിഷന് കൊണ്ടുവന്നിട്ട് ഞാൻ മൂന്നാമത്തെ ഫ്രെയിമിൽ വരുന്ന നേരത്തെ ഏരിയയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ചാനൽ റേഞ്ച് കീ കൊടുക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പം എനിക്ക് അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടോ. അടുത്ത ഫ്രീലാൻസറിലും പോയിട്ട് പൊസിഷൻ എടുക്കുക. ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. BGയിൽ പോയതിന് ശേഷം FXൽ പോയിട്ട് ഹ്യൂ സാച്ചുറേഷൻ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത കളർ ഏതാണോ ആ കളറ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ BGയിൽ പോയിട്ട് റാമ്പ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. ഗ്രേഡിയൻറ്റ് റാമ്പ് എടുക്കുക. ഓക്കെ, ഒരു ചെറിയൊരു സർക്കിൾ ലൈൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനിതിലേക്ക് കൊടുക്കുന്നത് ന്യൂ സോളിഡ് ലെൻസ്
ഫ്ലെയർ എന്ന എഫക്ട്സ് ആണ്. ഓക്കെ കൊടുക്കുക. എഫക്ട്സിൽ പോയതിന് ശേഷം ജനറേറ്റിനകത്ത് ലെൻസ് ഫ്ലെയർ, അവിടെ ഞാൻ 105 mm പ്രൈം കൊടുക്കുന്നു. സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് അനിമേഷൻ ചെയ്ത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ രണ്ടാമത്തെ കീയിൽ കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് ഇത് പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഫ്ലെയർ സെൻറ്ററിന് കീ കൊടുക്കുക. ടൈം ലൈൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, ഇപ്പോൾ എനിക്ക് തൊട്ട് ബാക്കിലത്തെ എന്ത് കാണാൻ പറ്റുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലെൻസ് ഫ്ലെയർ പോയതിന് ശേഷം ആഡ് കൊടുക്കുക. അപ്പോഴത്തെ എനിക്ക് ലെൻസ് ഫ്ലെയർ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ സൈഡിലൊരു അതിൻ്റെ ലൈറ്റ് എഫക്റ്റ് കിടപ്പുണ്ട്. അത് മാറാൻ വേണ്ടി ഒപ്പാസിറ്റി എടുക്കുക, കീ കൊടുക്കുക. സീറോ. ലാസ്റ്റ് തീരുന്ന എവിടെയാണോ ഹോൾഡ് കീ 0. എൻ്റെ അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. Ctrl D അടിക്കുക. ഓക്കെ, വീണ്ടും Ctrl D അടിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടോ? അപ്പോൾ എൻ്റെ ടൈറ്റിൽ അനിമേഷൻസ് നമ്മൾ കാണിച്ച അതേ എഫക്ട്സിൽ നമ്മൾ അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ടൈറ്റിൽ അനിമേഷനാണ്. ഇതിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ടൈറ്റിലിനെ കുറിച്ച് ഒരുപാട് മോഷൻ ഗ്രാഫിക്സ് ടൈറ്റിൽസും അങ്ങനെ ഒരുപാട് ടൈപ്പ് ലോവർ ത്രെഡ് അങ്ങനെ പറയുന്ന ഒരുപാട് ടൈറ്റിൽ എഫക്ട്സിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇതൊരു ബേസിക്കാണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. മനസ്സിലായെങ്കിൽ താഴെ പറയുന്ന കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.